നമസ്കാരം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഗതാഗത മാർഗമാണ് വിമാനയാത്ര. മറ്റു ഗതാഗത മാർഗങ്ങളിലെ അപകട നിരക്കുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ആകാശത്തെ അപകടങ്ങൾ വളരെ കുറവാണ്. എന്നാൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇന്ത്യക്ക് തീരാവേദനയായി മാറുകയാണ് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീംലൈനർ വിമാനം പറന്നുയർന്ന് 5 മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്ത് തീഗോളമായി മാറിയ സംഭവം. 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും 230 യാത്രക്കാരും ഉൾപ്പെടെ 242 പേരുണ്ടായിരുന്ന വിമാനം പറന്നുയർന്ന് 5 മിനിറ്റുകൾക്കകം തകർന്നു വീഴുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിലേക്ക് എഞ്ചിൻ തകരാറിനെ കുറിച്ച് പൈലറ്റ് സന്ദേശം നൽകി. പെട്ടെന്ന് തന്നെ ആശയവിനിമയവും നിലച്ചു. പറന്നുയർന്ന 5 മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നടിഞ്ഞു. 625 അടി ഉയരത്തിൽ നിന്നാണ് വിമാനം തകർന്നു വീണത്. പറന്നുയർന്നതുകൊണ്ട് തന്നെ വിമാനത്തിൽ നിറയെ ഇന്ധനമുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ബോയിങ് വിമാനം അപകടത്തിൽപ്പെടുന്നത്, അതും അഹമ്മദാബാദിൽ. 11 വർഷം പഴക്കമുള്ള വിമാനമാണ് തകർന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ പൈലറ്റ് മെയ്ഡേ എന്ന അപായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറിയതായാണ് വിവരം. പിന്നീട് വിമാനവുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതായും ATC അറിയിച്ചു. ഉച്ചയ്ക്ക് 1:30 ജനവാസ മേഖലയിലാണ് ടേക്ക് ഓഫിനിടെ എയർ ഇന്ത്യ വിമാനം തകർന്നടിഞ്ഞത്. പൈലറ്റിന്റെ അശ്രദ്ധയാണ് വിമാനാപകടത്തിന് കാരണമെന്ന ആക്ഷേപം പലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും മെയ്ഡേ കോളിന് ശേഷം വിമാനത്തിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോ പൈലറ്റാണ് അപായ മുന്നറിയിപ്പ് നൽകിയത്. ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആണ് വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ്. ക്ലൈവ് കുന്ദറാണ് കോ പൈലറ്റ്. ക്യാപ്റ്റൻ സുമീത് സബർവാളിന് 8200 മണിക്കൂർ പറക്കൽ പരിചയമുള്ളയാളാണ്. കോ പൈലറ്റിന് 1100 മണിക്കൂർ പറക്കൽ പരിചയമുണ്ട്. 23ാം റൺവേയിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത്. ഇത്രയും പരിചയസമ്പന്നരായ പൈലറ്റുമാരുള്ളൊരു വിമാനം പൈലറ്റിന്റെ പരിചയക്കുറവ് കൊണ്ട് തകർന്നടിയുമെന്ന വാദം ഇതോടുകൂടി ഇല്ലാതെയാവുകയാണ്. 232 യാത്രക്കാരും 10 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 12 കുട്ടികൾ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഇതുവരെ 170-ലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യത്തിനായി 270 അംഗ NDRF സംഘം സ്ഥലത്തേക്ക് തിരിച്ചിരുന്നു. അർദ്ധസൈനിക വിഭാഗവും രക്ഷാദൗത്യത്തിൽ പങ്കാളികളായി. അഹമ്മദാബാദിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:10 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ 7 മിനിറ്റോളം വൈകി 1:17 വിമാനം പുറപ്പെട്ടതെന്നും ഫ്ലൈറ്റ് സ്റ്റാറ്റ്സ് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ലണ്ടനിൽ പ്രാദേശിക സമയം വൈകിട്ട് 6:25 എത്തിച്ചേരേണ്ടിയിരുന്ന വിമാനത്തിൽ 242 പേരാണ് ഉണ്ടായിരുന്നത്. 217 മുതിർന്നവർ, 12 കുട്ടികൾ, 2 കുഞ്ഞുങ്ങൾ, 2 പൈലറ്റുമാർ, 10 ക്യാബിൻ ക്രൂ, 169 ഇന്ത്യൻ പൗരന്മാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസ് പൗരന്മാർ, 1 കനേഡിയൻ പൗരൻ എന്നിങ്ങനെയാണ് പാസഞ്ചർ കണക്കുകൾ. അതിലൊരു മലയാളിയുമുണ്ട്. ഏതായാലും രാജ്യം നടുങ്ങിയ സംഭവത്തിൽ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അധികൃതരും അതിതീവ്രമായി ജീവനുകൾ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട പലരെയും ആശുപത്രിയിൽ എത്തിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയമർന്നതായാണ് DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അറിയിക്കുന്നത്. രാജ്യത്തെ ആകെ നടുക്കി അഹമ്മദാബാദിൽ വിമാന അപകടം സംഭവിക്കവെയാണ് മലയാളികൾക്ക് കൂടി ആഘാതമായി പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത ഗോപകുമാരൻ നായർ എന്ന യുവതിയും അപകടത്തിൽപ്പെടുന്നത്. UK-യിൽ നേഴ്സായ രഞ്ജിത 1 വർഷമായി UK-യിൽ താമസമാക്കിയിട്ട് അവധി കഴിഞ്ഞ് UK-യിലേക്ക് മടങ്ങവെയാണ് വിമാന അപകടത്തിൽ മരണമടയുന്നത്. നാട്ടിൽ പുതിയ വീടിൻ്റെ പണിയടക്കം നടക്കവെയാണ് സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ച് രഞ്ജിത യാത്രയാകുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വിമാന അപകടമുണ്ടാകുന്നത് ഇത് 2ാം തവണയാണ്. 37 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1988 ഒക്ടോബർ 19 അഹമ്മദാബാദ് മറ്റൊരു വിമാന അപകടത്തെ അഭിമുഖീകരിച്ചത്. മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ A1113 വിമാനമാണെന്ന് അപകടത്തിൽപ്പെട്ടത്. അന്നത്തെ അപകടത്തിൽ 164 പേർ മരണമടഞ്ഞു. അപകടത്തിൽപ്പെട്ട് ബോയിങ് 737-200 വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്ന് ദുരന്ത കാരണമായി വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇത്തവണയുണ്ടായ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിന് അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിലൊന്നാണിത്. വിമാന അപകടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 65 വർഷത്തിനിടെ രാജ്യത്ത് ഇതുവരെ 19 വിമാന അപകടങ്ങളാണ് ഉണ്ടായതെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം
സമാധാനമായിരുന്ന രാജ്യത്തിന്റെ അന്തരീക്ഷത്തെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് വലിയൊരു വിമാന അപകടം സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയ ജോലിസ്ഥലത്തേക്ക് തിരികെ പോയിരുന്ന മലയാളി അടക്കമുള്ള നിരവധി യാത്രക്കാർ ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ സ്ഥിരീകരണങ്ങൾ, എത്ര പേർ മരണപ്പെട്ടു, എത്ര ആളുകൾക്ക് അപകടം സംഭവിച്ചു, എന്താണ് വിമാന അപകടത്തിന് കാരണം എന്നതടക്കമുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. രാജ്യത്തിനെ ആകെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ ഈ അപ്രതീക്ഷിത വിമാന അപകടം.